ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വറിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വെർഗോന് വേണ്ടിയിട്ട്, വെർഗോ സൺ സൈൻ, മൂൺ സൈൻ, വീനസ് അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് മന്ത്ലി ഒക്ടോബർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പറിൽ. അതല്ലാണ്ട് ഇമെയിൽ ചെയ്യാം. അതുമല്ല വെച്ചാൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കുറേ ആക്റ്റീവാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ അവിടെയും ഞാൻ റെസ്പോണ്ട് ചെയ്തോളാം. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ മെമ്പർ ആവണം വെച്ചാൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. വെർഗോ, എന്താണ് സ്പെഷ്യൽ മെസ്സേജ് പറയണേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്ടോബർ മാസത്തിന് വേണ്ടിയിട്ട്? നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ വെർഗോ, നിങ്ങളുടെ എന്താ മെസ്സേജസ് വരണമെന്ന് നമ്മൾക്ക് നോക്കാം. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചില ഓറക്കിൾ മെസ്സേജസ് ആണ് ആദ്യം നമ്മൾ എടുക്കാൻ പോണത്. അപ്പോൾ ഒക്ടോബർ മാസത്തിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ കാർഡ് ഇവിടെ ഹിൽസ് ആണ്. ഒബ്സ്റ്റിക്കിൾസ് ടു ഓവർകം വന്നിട്ടുണ്ട്. അപ്പോൾ ചില ചാലഞ്ചസ് ഉണ്ടാവും, ചില ബ്ലോക്സ് ഞാൻ കാണുന്നുണ്ട് ഈ മാസം നിങ്ങളുടെ ലൈഫിൽ. രണ്ടാമത്തെ കാർഡ് ഇവിടെ നമ്മൾ എടുക്കാൻ പോണത് ഫനലാണ്. പീരിയഡ് ഓഫ് ഫ്രസ്ട്രേഷൻ, ലെസൺസ് ടു ബി ലേൺഡ്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ പ്ലാൻ അനുസരിച്ചിട്ട് വർക്കൗട്ട് ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഇല്ല ഫ്രസ്ട്രേഷൻസ് ഞാൻ കാണുന്നുണ്ട് ഈ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഫ്രസ്ട്രേറ്റഡ് ആവാണ്ട് ഒരു കൂൾ മൈൻഡ് വെച്ചിട്ട് വേണം ഈ പ്രോബ്ലംസ്, ഈ ചാലഞ്ചസിന് ഫേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് മൂന്നാമത്തെ കാർഡ് ഇവിടെ എടുക്കാം. മൂന്നാമത്തെ കാർഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബൊക്കെ, കോംപ്ലിമെൻറ്റ്സ് ഫ്രം എൻ അഡ്മയററിന് വന്നിട്ടുണ്ട്. അപ്പോൾ ആരോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ മെസ്സേജസ് അയക്കും, കോംപ്ലിമെൻറ്റ്സ് ഒക്കെ തരുന്നുണ്ട്. അങ്ങനത്തെ എനർജി ഇവിടെ ഒരു അഡ്മയററുടെ എനർജി കാണാണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു പുതിയ പേഴ്സൺ ആവാം, ഇല്ല അറിയണ പേഴ്സൺ തന്നെ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ ടാരോ കാർഡ്സിൽ എന്താ മെസ്സേജസ് പറയണമെന്ന് ടാരോ മെസ്സേജസ് നോക്കാം എന്താണെന്ന്. അപ്പോൾ നിങ്ങളുടെ ഓവറോൾ എനർജി ഒക്ടോബർ മാസത്തിൻ്റെ എന്തായിരിക്കും? ഒക്ടോബർ മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് 6 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റ് എനർജി എന്താണ്? പാസ്റ്റിൽ 4 ഓഫ് പെൻറ്റിക്കിൾസ്, കറണ്ട് എനർജിയിൽ 8 ഓഫ് പെൻറ്റിക്കിൾസ്, ഫ്യൂച്ചർ എനർജിയിൽ നൈറ്റ് ഓഫ് സോർഡ്സ്, ചാലഞ്ച് ആയിട്ട് 2 ഓഫ് വാൻഡ്സ്, അഡ്വൈസ്, ജഡ്ജ്മെൻറ്റ്, സർപ്രൈസ് ഫാക്ടറായിട്ട് നിങ്ങൾക്ക് 5 ഓഫ് കപ്സ്, ഔട്ട്കം നിങ്ങളുടെ ഈ കാർഡാണ്. അപ്പോൾ വെർഗോ ഇവിടെ 6 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഓക്കെ, അപ്പോൾ 6 ഓഫ് കപ്സ് ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരണ എനർജിയാണ്, റീകൺസിലിയേഷൻ്റെ എനർജിയാണ്. അതല്ല ഒരു പാസ്റ്റ് പേഴ്സണെ മിസ് ചെയ്യണ എനർജി ആവാം. അപ്പോൾ ഈ 6 ഓഫ് കപ്സ് എന്താണ് ഇവിടെ? വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ പേഴ്സണെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ കുറേ നിങ്ങളുടെ മനസ്സിൽ ഈ പേഴ്സണെ കുറച്ച് മുമ്പത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ട്, അവരെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ഈ പേഴ്സണും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് സമയമായിരിക്കണു. പക്ഷേ ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് നിങ്ങളുടെ ഇവിടെ നിങ്ങളൊരു വെരി ഹാപ്പി എനർജിയിലാണ്. എന്താ വെച്ചാൽ ഈ പേഴ്സൺ ആദ്യം നിങ്ങളുടെ ലൈഫിൽ പറയണത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രേ ചെയ്തിരുന്നു ഒരു സമയത്ത്. അപ്പോൾ ഇത് ഉണ്ടാവാൻ പോകുന്നുണ്ട് ഈ മാസം. ആൻഡ് അത് ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഇവിടെ കുറേ ഒരു ഹാപ്പി എനർജിയിലാണ്.
4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കാണുന്ന എനർജി. അപ്പോൾ 4 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു റിസർവ്ഡ് എനർജിയാണ്. നിങ്ങൾ ഏതോ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ എനർജീനെ വിഡ്രോ ചെയ്തു. ആ സിറ്റുവേഷനിൽ മുമ്പേ നല്ല പോലെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ സഡൻലി നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്ത മാതിരി പറഞ്ഞാൽ നിങ്ങളും ഈ പേഴ്സൻ്റെ അടുക്കാൻ മേ ബി ഒരു കോണ്ടാക്റ്റ് ഉണ്ടായില്ല, കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്തില്ല. അപ്പോൾ നിങ്ങളൊരു റിസർവ്ഡ് എനർജിയിലായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ പാസ്റ്റിൽ തന്നെ ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. ഇവിടെ ഒരു പുതിയ പേഴ്സൺ എനർജി കാണാണ്ട് നിങ്ങൾ ഇതൊരു തുടക്കം ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടായിരിക്കാം തുടങ്ങിയിട്ടുണ്ടാവുക. ഒരു പുതിയ പേഴ്സൻ്റെ കൂടെ നിങ്ങൾ മീറ്റ് ചെയ്യണോ, അവരുടെ കൂടെ സംസാരിക്കണ എനർജിയൊക്കെ ഉണ്ട് ഇവിടെ. 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ കറൻറ്റ് എനർജിയിൽ. അപ്പോൾ 8 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു എന്താ പറയുക, ഒരു കരിയർ ഫോക്കസ്ഡ് എനർജിയാണ്. നിങ്ങൾ ഈ മാസം നിങ്ങളുടെ കരിയറിൽ കുറേ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും, കുറേ പണി ഉണ്ടാവും, കുറേ ജോലി ഉണ്ടാവും, ബിസി സമയമായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതല്ല വെച്ചാൽ വീട്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കുറേ ബിസി ആയിരിക്കും. ഇവിടെ ഇമോഷണൽ എനർജി കാണാണ്ട്. അപ്പോൾ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുണ്ടാവില്ല. ഞാൻ കാണുന്നത് ഏതോ ഒരു പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ പോകുന്ന ഒരു റൊമാൻറ്റിക് മെസ്സേജ് വരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മാസം. നൈറ്റ് ഓഫ് സോഡ്സ് ഫ്യൂച്ചറിലാണ്. അപ്പോൾ നൈറ്റ് ഓഫ് സോഡ്സ് ഒരു ക്വിക്ക് മൂവിങ് എനർജിയാണ്, ഒരു ഫാസ്റ്റ് ആക്ഷൻ എടുക്കണ എനർജിയാണ്. അപ്പോൾ എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. അതിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കേണ്ടി വരും. കുറേ ഓപ്ഷൻസും ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. ഈ പാസ്റ്റ് പേഴ്സൺ അല്ലാണ്ട് നിങ്ങളുടെ ലൈഫിൽ കുറേ പുതിയ ആൾക്കാരും വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് ഒരു ഫ്യൂച്ചറാണ്, ഒരു ലോങ് ടേം ഫ്യൂച്ചറാണ്. അപ്പോൾ ഏത് പേഴ്സണാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫ്യൂച്ചർ തരണ വെച്ചാൽ ആ പേഴ്സണാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ പോണത്. ആൻഡ് അങ്ങനത്തെ ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട് ഫ്യൂച്ചറിൽ. അപ്പോൾ 2 ഓഫ് വാൻഡ്സ് ആണ് ചാലഞ്ച് നിങ്ങൾക്ക് ഈ മാസം. ഇവിടെ ഒരു തീരുമാനം എടുക്കണ എനർജിയാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഈ തീരുമാനം കുറച്ചൊരു സമയം എടുക്കണ പരിപാടിയാണ്. എന്താ വെച്ചാൽ ഇത് നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന ഡിസിഷൻസ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ബാധിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ചിട്ട് വേണം ഡിസിഷൻസ് എടുക്കുക. നിങ്ങൾ പ്ലാൻ ആണ് ചെയ്യണത് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ കല്യാണം കഴിക്കാൻ പ്ലാൻ ഉണ്ട്, ഇല്ല വെച്ചാൽ ജോലി ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ട് വെച്ചാൽ നിങ്ങൾ ഫ്യൂച്ചറിലേക്കാണ് നോക്കണത്. അപ്പോൾ അത് കുറച്ചൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യണ സംഭവമാണ്. എന്താ വെച്ചാൽ സൂക്ഷിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് ഇത്രയും വലിയ ഡിസിഷൻ എടുക്കാണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ ലവ് ലൈഫ്, നിങ്ങളുടെ ഫ്യൂച്ചർ മാരേജ്, നിങ്ങളുടെ ഫ്യൂച്ചർ ജോബ്, ഇതൊക്കെ വലിയ തീരുമാനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പ്രഷർ നിങ്ങളുടെ മുകളിലുണ്ട്, കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും നിങ്ങളുടെ മുകളിൽ. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കുക. നിങ്ങളൊരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് എനർജിയിലാണ് ഞാനിവിടെ കാണുന്നത്. അപ്പോൾ അതും കൂടിയും നിങ്ങൾക്ക് പറഞ്ഞാൽ ഒരു പേടിയുണ്ട്. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലെല്ലാം പ്ലാൻ ചെയ്യണ പോലെ ചെയ്യാൻ പറ്റുമോ, ലൈഫ് അങ്ങനെയാണോ പോവുക. അപ്പോൾ കുറേ ഒരു ഡിസിഷൻസ് എടുക്കാണ്ട്, അതാണ് ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം. അഡ്വൈസിൽ ജഡ്ജ്മെൻ്റ് ആണ്. അപ്പോൾ അഡ്വൈസിൽ ഞാൻ കാണുന്നത് ഒരു പുതിയ ബിഗിനിങ് ആണ്, ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഇത് യൂണിവേഴ്സ് തന്നെ കൊണ്ടുവരണ ഒരു പുതിയ തുടക്കമാണ്. ആൻഡ് ഇവിടെ ഒരു ലവ് റിലേഷൻഷിപ്പ് ഞാൻ കാണുന്നുണ്ട്, ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. അഡ്വൈസ് നിങ്ങൾക്ക് എന്താ വെച്ചാൽ പാസ്റ്റിൻ്റെ ബാഗേജിനൊക്കെ വിട്ടിട്ട് വേണം ഈ പുതിയ ബിഗിനിങ്ങിലേക്ക് പോവുക. പാസ്റ്റിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ പാസ്റ്റിൻ്റെ ലെസൺസ് കൊണ്ടുപോകാം, പക്ഷേ ആ ഫിയർ, ആ ഒരു പേടി ഉണ്ടാവും മനസ്സിൽ, അതൊക്കെ നിങ്ങൾക്ക് പാസ്റ്റിൽ തന്നെ വിട്ട് കളയണം. ആൻഡ് മുമ്പോട്ട് പോകുമ്പോൾ ഒരു ഫ്രഷ് എനർജിയിൽ വേണം പോവുക. 7 ഓഫ് വാൻഡ്സ് ഇവിടെ ചില ബ്ലോക്സ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ബിലീഫിന് വേണ്ടിയിട്ട് വേണം അതിന് സ്റ്റാൻഡപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട മാതിരി പേഴ്സൺ, കുറേ ആൾക്കാർ നിങ്ങളോട് പറയും കുറച്ച് കോംപ്രമൈസ് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ അഡ്വൈസ് തരാൻ ഉണ്ടാവും ആൾക്കാർ. പക്ഷെ നിങ്ങൾക്ക് എന്താ ശരിയായി തോന്നുന്നത് വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസിഷൻ എടുക്കണം. അപ്പോൾ അതിൽ കോംപ്രമൈസ് ചെയ്യരുത് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയണത്. 5 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ ഈ സർപ്രൈസ് ഫാക്ടറിൽ ഞാൻ കാണുന്നത് 5 ഓഫ് കപ്സ് ഒരു ലോസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഏതോ ഒരു പേഴ്സണെ വിട്ട് മുമ്പോട്ട് പോയി, ആ സിറ്റുവേഷൻ, ആ റിലേഷൻഷിപ്പ് പാസ്റ്റിൽ വർക്കൗട്ട് ചെയ്തില്ല, അതിൻ്റെ കുറച്ച് സ്ട്രെസ്സ് നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി പാസ്റ്റിൽ നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ ശരിയായിരുന്നോ എന്ന് ഇപ്പോൾ നിങ്ങൾ അതിനെ
ഇപ്പോഴാണ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണത്, ഇപ്പോഴാണ് അതിനെ അത് ശരിയായ ഡിസിഷൻ ആയിരുന്നോ ഇല്ലേന്ന് ഇപ്പോഴാണ് നിങ്ങൾ അത് ഇരുന്ന് ആലോചിക്കണത്, അത് ഞാൻ ചെയ്തത് ശരിയാണോ അല്ലേന്ന്. അപ്പോൾ 2 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ ഫ്യൂച്ചറിൽ ഡിസിഷൻ എടുക്കുമ്പോഴും നിങ്ങൾക്കൊരു റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല, അതാണ് പേടി നിങ്ങളുടെ മനസ്സിൽ. അപ്പോൾ സൂക്ഷിച്ചിട്ടാണ് നിങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞ മാതിരി ഹാങ്ഡ് വൺ. അപ്പോൾ ഈ മാസം കുറച്ചൊരു സ്റ്റാഗ്നൻ്റ് ആയി നിങ്ങൾക്ക് തോന്നും. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ ഒരു ധൃതി ഒന്നുമില്ല, പക്ഷേ നിങ്ങൾക്കൊരു നല്ല പോസിറ്റീവ് ഔട്ട്കം വേണം എന്നുണ്ട്. ഇവിടെ ഞാൻ കാണുന്നത് കുറേ അറ്റൻഷൻ നിങ്ങളുടെ മുകളിലുണ്ട്, കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ റെഡിയാണ് ഈ പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, നെക്സ്റ്റ് സ്റ്റെപ്പിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ ലൈഫിലൊരു പുതിയ തുടക്കം ഞാൻ കാണുന്നുണ്ട്. ആൻഡ് ഇത് ഉണ്ടാവും ഈ മാസമില്ല, അടുത്ത മാസമായിരിക്കും നിങ്ങളുടെ ലൈഫ് മുഴുവനെ ചേഞ്ച് ചെയ്യാൻ പോണത്. ആൻഡ് അതിന് വേണ്ടിയിട്ട് റെഡി ആവുക വെർഗോ. എന്താ വെച്ചാൽ ഇതൊരു വലിയ ഡിസിഷനാണ്, വലിയ ചേഞ്ചാണ് വരാൻ പോണത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഞാനിവിടെ കാണുന്നത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ കുറേ ഉണ്ട്, അത് നിങ്ങളുടെ തന്നെ എനർജിയാണ്. അതല്ലാണ്ട് പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ഉണ്ട്, ആൻഡ് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പക്ഷേ പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരിക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.